ഈ ആൾക്കാരുടെ മുമ്പ് വെച്ചാണ് ഇടിച്ചെങ്കിലും അളിയന്റെ കൈ കൊണ്ടുള്ള ഇടിക്ക് ഒരു സ്നേഹത്തിന്റെ സ്വാദുണ്ട്. എന്നാലും നന്നായി വേദനിച്ചു കേട്ടോ. ആരാടാ നിന്റെ അളിയൻ? തെണ്ടി. വാമനെ കുസ്തിയൊട്ട് കാണാനും ഒത്തില്ല. എന്റെ കടയും പോയി. നാശങ്ങള്. എനിക്കെന്നും കണ്ണീര് കുടിക്കാനേ ദൈവം വിധിച്ചിട്ടുള്ളൂ. പ്രതികാരം, നിന്റെ ഒരു പ്രതികാരം. സ്വന്തം കുടുംബത്തെ നശിപ്പിച്ചിട്ട് വേണോ നിനക്ക് പ്രതികാരം ചെയ്യാൻ? അമ്മേ, നീ ഒരു കാര്യം ചെയ്. കുഞ്ഞുണ്ണിയം വരുത്ത്. എന്നിട്ട് കുറച്ച് വിഷം വാങ്ങിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്യ. ഇങ്ങനെയുണ്ട് ഓരോ മക്കള്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് ആരുണ്ടടാ മോനെ? ശ്രീരേട്ടാ, പ്രായത്തിൽ കവിഞ്ഞ പക്വത ശ്രീധരേട്ടനുണ്ടെന്ന് ഞാൻ കരുതി. ഉണ്ണിയോടുള്ള പ്രതികാരം തീർത്താൽ ശ്രീധരേട്ടന് മനസ്സമാധാനം ലഭിക്കുമായിരിക്കും. ശ്രീധരേട്ടനെ തടയാനോ നിയന്ത്രിക്കാനോ ഉള്ള ശക്തി എനിക്കില്ല. പക്ഷേ ശ്രീധരേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ പുന്നാര അളിയൻ അവിടില്ലേ? വീട്ടിലാരുമില്ലേ? വീട്ടിലെല്ലാവരും ഉണ്ടാവും. അളിയനെ കാണണം. നിന്റെ അളിയനെ പിന്നെ കാണാം. ഞാനാ വിളിക്കുന്നത്. ചില പ്രശ്നങ്ങൾ സംസാരിക്കാം. ഞാൻ വിടില്ല. കളർ കുടിച്ചിട്ട് വയറ്റി കിടക്കട്ടെ. സംസാരിക്കണം. വിളിക്കുന്നതാണ് എന്റെ ഭാര്യ, എന്റെ പെണ്ണ്, അവളുടെ അമ്മയും എന്റെ അളിയൻ ശ്രീധരനും കേൾക്കാൻ പറയാ. അടുത്ത ബുധനാഴ്ച ഇന്നേക്ക് 7-ാം ദിവസം ഞാൻ എന്റെ പെണ്ണിനെയും കൊച്ചിനെയും വീട്ടിൽ വിളിച്ചോണ്ടു പോകും. മനസ്സിലായോ? ഞാൻ കുടിച്ചുകൊണ്ട് പറയല്ല. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നു. ജയിലിൽ കിടന്ന് എന്താണെന്നറിയോ?
നിനക്ക് വേണ്ടിയാ എല്ലാം സഹിച്ചത്. ഇനി പറ്റില്ല. ആരായാലും ശരി, തടുക്കാമെങ്കിൽ തടുക്കട്ടെ. ഞാൻ എന്റെ പെണ്ണിനെ അവിടെ കൊണ്ടു എണ്ണി വെച്ചോ. അടുത്ത ബുധനാഴ്ച പട്ടിയോടെ വരട്ടടാ. നിന്നെ പട്ടി തോന്നൂല. ഞാനിവിടെ ജീവിച്ചിരിക്കോ. ഇറങ്ങി വേണം ധൈര്യം. വിടാൻ ഞാൻ പറഞ്ഞാൽ നീ മിണ്ടരുത്. നീ ഊണഴിക്കരുത്. ഞാൻ പറഞ്ഞാൽ നീ ഊണഴിക്കരുത്. നിന്നെ കൊല്ലിഞ്ഞേ നിന്നെ കൊല്ലിഞ്ഞേ. ആരാ കള്ളുകൂടിയൻ? അയാൾ എന്തിനമ്മ ഇവിടെ വന്ന് ഒച്ചയെടുക്കുന്നത്? അരുത് മോനെ, അങ്ങനെ പറയരുത്. മോളെ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇതിങ്ങനെ പോയാൽ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. ശീതളം വരുമ്പോ ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവാണ്. വേണ്ടമ്മേ, അതൊരിക്കലും പറയരുത്. ചേട്ടനിതറിഞ്ഞാൽ അന്ന് സംഭവിച്ചതുപോലെ വീണ്ടും സംഭവിക്കും. വീണ്ടും ആരെങ്കിലും ജയിലിൽ പോയേണ്ടി വരും. ഒരിക്കലും പറയരുത്. എന്നെ ഓർക്കുമ്പോൾ സത്യം ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഈ ജീവിതകാലം മുഴുവനും കണ്ണീര് കുടിക്കേണ്ടി വരും. അത് ഓർക്കുമ്പോഴാണ്. സാരമില്ല, ഇത്രയും നാൾ ഞാൻ അനുഭവിച്ചതിലും കൂടുതൽ ഇനി ഒന്നും അനുഭവിക്കാനില്ല. എന്നെ ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ചേട്ടൻ വരുന്നെന്ന് തോന്നുന്നു. എന്തു വന്നാലും ചേട്ടനിത് അറിയരുത്. അമ്മ പറയരുത്. പ്രിയമുള്ളവളെ, നീ മുഴുവനും സൗന്ദര്യമാകുന്നു. നിന്റെ മൊഴികളിലെ സാഗര സംഗീതത്തിൽ ഞാൻ ലയിക്കും. നിന്റെ മിഴികളുടെ താഴ്വരകളിൽ വിടരുന്ന കിനാവുകളിൽ ഞാൻ മയങ്ങും. നമ്മുടെ ഹൃദയങ്ങളും ശരീരങ്ങളും ഒന്നായി തീരുന്ന നിമിഷങ്ങൾ ഇനി എത്ര കാലം അകലെയാണെന്ന് അറിഞ്ഞില്ല. ഞാൻ ക്ലാസ്സിൽ പോട്ടെ, കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. അവള് വരുളിയാ, ചുമ്മാ ഇപ്പൊ വരും. ബ്യൂട്ടിഫുൾ. താങ്ക്സ്. ഞാൻ തന്റെ കാര്യമല്ല പറഞ്ഞ, ബോർഡിലെ കാർട്ടൂണിന്റെ കാര്യ പറഞ്ഞ. അല്ലേ അല്ലേ, അടുത്ത ഒന്ന് നോക്ക്. പരിപാടിയാണ്. How's it? ശരി, വേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തോളാം. വിവരം അറിയിച്ചതിന് നന്ദി. ഓക്കെ. തോമസേ, എന്തോ നാളെ നീ ടൗണിൽ പോയി അശ്വതി വിളിച്ചോണ്ട് വരണം. അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ മതി. ബാക്കി ഞാനിവിടെ വരും പറഞ്ഞോളാം. ശരി. ആ ചെല്ലേ. ഹലോ, തങ്കല്ലേ, പ്ലീസ് ബുക്ക് എ കോൾ ടു ബോംബെ കോളിംഗ് ഫ്രം 4962.
എന്തിനാ ചേട്ടനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത്? എനിക്കറിഞ്ഞൂടാ, അത്യാവശ്യമായി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. തോമസ് ഏട്ടാ, വണ്ടി ഒന്ന് നിർത്തിക്കേ. തോമസ് ഏട്ടാ, ഈ കത്ത് ഇവിടുത്തെ വാർഡിനെ ഏൽപ്പിക്കണം. അല്ല മോളെ, നമ്മൾ ഹോസ്റ്റലിൽ നിന്നല്ലേ വന്നത്. ഇത് ഇവിടെ എന്തിനാ? തോമസ് ഏട്ടൻ പറഞ്ഞത് കേട്ടാ മതി. ആയിക്കോട്ടെ. ഗോയിങ് ടു ഡിസ്കവർ മെഡിസിൻ ഫോർ എയ്ഡ്സ്. ഓ, ഇനി ഇങ്ങോട്ട് അങ്ങനെ വരുവാണോ? ഇവിടെ സാറേ, ഇത് നിങ്ങൾക്കുള്ളതല്ല. അഡ്രസ് ഒന്ന് വായിച്ചു നോക്കി. കുഞ്ഞുണ്ണി ഫസ്റ്റ് PDC. കയ്യക്ഷരം കണ്ടിട്ടൊരു ഫീമെയിലിന്റെ മാതിരി ഉണ്ടല്ലോ. ആരാ? ഫിലോമിനല്ല, ഒരു പെൺകുട്ടിയുടെ കയ്യക്ഷരന്മാരുണ്ടല്ലോ. ആരാന്ന്? പെൺകുട്ടി ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ? സാർ എന്തിനാ വേവലാതിപ്പെടണേ? ഉടമസ്ഥ വരുമ്പോ അതങ്ങനെ കൊടുത്താ മതി. എന്തൊരു കഷ്ടാണ് ദൈവമേ, വാട്ടർ ഹൗസ് ഇട്ട് മനുഷ്യനെ ചുറ്റിക്കാനായിട്ട്. ഇതാരത് തുന്നി തന്നെ അറിയില്ലല്ലേ? എന്നെ എന്തിനാ ചേട്ടാ ഇത്ര അത്യാവശ്യമായി വിളിപ്പിച്ചത്? എനിക്ക് എന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വിളിപ്പിച്ചത്. നല്ല പണിയാ കാണിച്ചത്. എനിക്ക് അവിടെ ക്ലാസ് ഇല്ലേ? ഓ, 1-2 ദിവസം മുടങ്ങിയോണ്ട് ഒരു കുഴപ്പം വരാനില്ല. നല്ല ചേട്ടനും. അശ്വതി, ആ മോളെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി എടുത്തിയാടാൻ ഞാനില്ല. എന്റെ പെങ്ങളെ എനിക്ക് നന്നായി അറിയാം. എന്തു വന്നാലും നിലവിട്ട് അവൾ പെരുമാറിയില്ലെന്നും എനിക്കറിയാം. നിന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിനും ഞാൻ തടസ്സം നിൽക്കില്ല. ഈ വക കാര്യങ്ങളിലൊക്കെ ഓരോരുത്തരുടെ മനപ്പൊരുത്തമാണ് പ്രധാനം. ആരാ മോളെ അവൻ? അയാളുടെ നിലയും വിലയൊന്നും എനിക്കറിയണ്ട. നിനക്ക് യോജിച്ചതാണോ അത് മാത്രം അറിഞ്ഞാൽ മതി. ആ, നല്ല തടിയും പൊക്കൊക്കെ ഉണ്ടോ? പിന്നെ അല്പം കഴിവ് വേണം. ഇതൊക്കെ അവനും കൂടി നോക്കി നടത്തേണ്ടതല്ലേ? അതൊക്കെ ഉണ്ട്. അത് മതി. പിന്നെ 4 പേരുടെ മുമ്പിൽ വെച്ച് എനിക്ക് അയാളെ അളിയാനൊന്ന് വിളിക്കാമല്ലോ. തെണ്ടി, പെറുക്കി, എന്റെ ഫാക്ടറിയിലെ കൂലിപ്പണിക്കാരന്റെ അനിയൻ, 4 കാശിനും വകയില്ലാത്ത എരപ്പാളി, ഗ്രാസ്കോട്ടിലെ കുമാറിന്റെ അളിയനാകണം അല്ലടി. നീ ഇനി പഠിക്കുന്നില്ല. നിന്റെ കല്യാണം ഉറപ്പിച്ചു. അടുത്ത ആഴ്ച ബോംബെയിൽ വെച്ചു. വരൻ ആരാണെന്ന് കെട്ടും പറഞ്ഞാ മതി. എന്തില്ല? വായുടെ പ്രേമം. ഇനി നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. പിടിപ്പിക്കലേ, എന്തോന്നിത്? ബോട്ടം ടോപ്പ്. അല്ല, തൊടാനൊരൽപ്പം അച്ചാറ് കിട്ടിയിരുന്നെങ്കിൽ. പിന്നെന്താ? എടേ പത്മം, ഇത്തിരി പിക്കിൾസ്. ആ, പിക്കിൾസ് കൊണ്ടുവാ.
അല്പം വെള്ളം വേണമല്ലോ. നിക്കടി അവിടെ. ചേട്ടാ